ISLുമായി ബന്ധപ്പെട്ട് നിലവിലും എന്താ പറയുക ഒരു അൺസർട്ടനിറ്റി നിലക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സോ ISLൻ്റെ നടത്തിപ്പുമായിട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽപ്പുണ്ട്. ആ ഒരു MRA കോൺട്രാക്റ്റ് പുതുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല ടീമുകളും ട്രാൻസ്ഫർ നീക്കങ്ങൾ നിർത്തിവെച്ച് അതിൽ നിന്നൊന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്തൊന്നും AFFൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബെ ആരാധകർക്ക് ഒരു കൃത്യമായൊരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ തന്നെ നിലവിൽ ISLൽ ഒരുപാട് ഹോപ്പ് നൽകിക്കൊണ്ട് ISLൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് കല്യാൺ ചൗബെ എന്ന് പറയുന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഇദ്ദേഹം നിലവിലൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ISL നടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തിയിരിക്കും, അല്ലെങ്കിൽ ISL നടന്നിരിക്കും എന്ന തരത്തിലുള്ള ഉറച്ചൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിനെല്ലാം പുറമെ നിലവിൽ ടൈം ഒരു വലിയൊരു ഫാക്ടറാണ് ഇതിലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഫിഫയുടെയൊക്കെ തന്നെ നീക്കങ്ങൾ അല്ലെങ്കിൽ ഹോം എവേ മത്സരങ്ങൾ ഒക്കെ ഉള്ളതിനാൽ തന്നെ ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ ഫുട്ബോൾ കലണ്ടറും ഒക്കെ തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ട സാഹചര്യം ഉള്ളതിനാൽ തന്നെ ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഒരു വലിയൊരു കൺസേൺ ആണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISLൻ്റെ നടത്തിപ്പ് എങ്ങനെയാവുമെന്നുള്ളത്. ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലപ്പുണ്ട്. കാരണം MRA കോൺട്രാക്റ്റ് പുതുക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പ്രപ്പോസൽ വെക്കുകയും അത് രണ്ട് കൂട്ടരും എതിർക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. സോ ഒരു കോർട്ടിൻ്റെ ഒരു ഓർഡറിന് വേണ്ടിയായിരുന്നു എല്ലാ കക്ഷികളും, അത് രണ്ട് കക്ഷികളായിട്ടുള്ള FSDL ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അതായത് AFFും കാത്തിരിക്കുന്നത്. സോ ആ ഒരു വിധി വന്നാൽ മാത്രമേ ISLൻ്റെ ഭാവി എന്താകുമെന്ന് ഒരു ഉറച്ച തീരുമാനം പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനെല്ലാം പുറമെ നിലവിൽ ഈ ഒരു വാർത്ത ഏറ്റവും അധികം അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പ് ഏറ്റവും അധികം ഒരു ഊർജ്ജം നൽകിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ISLൽ ഇതുവരെ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഏക ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ്. സോ പെട്ടെന്ന് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞുപോയൊരു ഈ വർഷമെന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്ത് തന്നെ ഒരു വലിയൊരു അത്ഭുതം സൃഷ്ടിച്ച ഒരു ഇയർ തന്നെയാണ്. ഫുട്ബോളിൽ മാത്രമല്ല എല്ലാ കായിക മേഖലയിലും ഒരു അത്ഭുതം സൃഷ്ടിച്ച ഇയറാണ്. ട്രോഫി ഇല്ലാത്ത മിക്ക ടീമുകൾക്കും ട്രോഫി ലഭിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരുന്നു ഈ ഒരു ഇയറിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു വലിയ നിരാശ തന്നെ. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ISLുമായി ബന്ധപ്പെട്ട് ഒരുപാട് പീപ്പിൾ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് പ്ലേയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ വർക്കേഴ്സ് ആണെങ്കിലും. സോ അതിനകത്ത് തന്നെ പെട്ടെന്ന് ഒരു ലീഗ് നിർത്തിപ്പോവുക എന്ന കാര്യം വളരെയധികം അല്ലെങ്കിൽ വളരെയധികം ദുഷ്പ്രയോഗമായതിനാൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നീങ്ങില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ AFFൻ്റെ അധികാരിയായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു അഷുറൻസ് ലഭിക്കുമ്പോൾ ISLലെ എല്ലാ ക്ലബ്ബുകൾക്കും അതൊരു കോൺഫിഡൻസ് തന്നെയാണ് ലഭിക്കുന്നത്. തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അവരെ ഇത് വളരെയധികം സഹായിക്കുമെന്നൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഒരു 7ഓളം ISL ക്ലബ്ബുകളാണ് ഈ ഒരു ട്രാൻസ്ഫേഴ്സ് എല്ലാം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻക്ലൂഡിങ് ഫോറിൻ ട്രാൻസ്ഫേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ താരങ്ങളോട് വരെ വേണമെങ്കിൽ ടീം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പോക്കോളു തങ്ങളൊരു വിലങ്ങുതടിയായി നിൽക്കുകയില്ല എന്ന് ആരാധകർ അല്ലെങ്കിൽ ടീമിൻ്റെ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളോട്, അത് വിദേശ താരങ്ങളോട് അദ്ദേഹം ടീം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടായിരുന്നതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനും വളരെയധികം ഒരു അഡ്വാൻറ്റേജ് നൽകുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഒഫീഷ്യൽ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടൊരു അഷുറൻസ് ലഭിക്കുമ്പോൾ, ISL നടക്കുമെന്നൊരു അഷുറൻസ് ലഭിക്കുമ്പോൾ എന്തായാലും ട്രാൻസ്ഫറുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയ്ക്ക് നിലവിലൊരു 3 ക്ലബ്ബുകളിൽ നിന്നൊരു ഓഫർ ഉണ്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 3 ക്ലബ്ബുകളും ഫോറിൻ ക്ലബ്ബുകളാണെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത്.